സമകാലിക ഇസ്രായേൽ ക്രൈസ്തവ വീക്ഷണത്തിൽ ഈ സെമിനാറിനെ ആദ്യം തന്നെ നമ്മൾ കാണാൻ പോകുന്നത് ബൈബിളിലുള്ള ഇസ്രായേലിൻ്റെ പശ്ചാത്തലമാണ്. വാസ്തവത്തിൽ അതങ്ങനെ ചുരുക്കി പറയാവുന്നതല്ല. കാരണം ഏകദേശം 2000 വർഷത്തെ ഇസ്രായേൽ യഹൂദർ അവരുടെ വിവരങ്ങൾ, ജീവിതം, രാജ്യങ്ങൾ, പരാജയങ്ങൾ, വിജയങ്ങൾ, ഇതെല്ലാം കൂടെ ബൈബിളിൽ കൊടുത്തിട്ടുള്ള വിവരങ്ങളുടെ പശ്ചാത്തലത്തിൽ ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് സംക്ഷിപ്തമായി അവതരിപ്പിക്കുന്നത് ദുഷ്കരമാണ്. എങ്കിലും അതാണ് നമ്മുടെ ആദ്യത്തെ പ്രസൻറ്റേഷനായിട്ട് ഈ സെമിനാറിൽ ഉണ്ടാവുക. ഈ കഴിഞ്ഞ കൊല്ലം വരെ ഗാസ മുനമ്പിലെ അധിനിവേശമായിരുന്നു വിഷയം. അപ്പോൾ ഹമാസ് ഇസ്രായേലിനെതിരെ അവിടുത്തെ മ്യൂസിക് പാർട്ടിയിലെ ഹമാസ് വന്നു കയറി 1000-ലേറെ അംഗങ്ങളെ പിടിച്ചുകൊണ്ടുപോയി കൊന്നുകളഞ്ഞു. അങ്ങനെയൊക്കെ അങ്ങനെ ഒരു 1-2 വർഷത്തോളം അത് നിലനിന്നു. അതായിരുന്നു വിഷയം. പിന്നീട് നമുക്കറിയാം രാഷ്ട്രീയ ന്യൂസ് പശ്ചാത്തലത്തിൽ പിന്നെ അവിടെ ഹെസ്ബുള്ള അതിനിടയ്ക്ക് അവരെ ആക്രമിക്കാൻ തുടങ്ങി. അതിനൊപ്പം ഹൂതികൾ ആക്രമിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതൊക്കെ ഇറാൻ്റെ പ്രോക്സികളാണെന്നുള്ള വ്യാഖ്യാനം ഉണ്ടായി. ഇറാൻ നേരിട്ട് യുദ്ധം ചെയ്യാതെ അവർ വഴി ഇസ്രായേലിനെ അങ്ങ് യുദ്ധത്തിൽ തോൽപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്ന്. അതും കഴിഞ്ഞ് ഇപ്പോഴാണെങ്കിൽ അത് നേരിട്ട് ഇറാനുമായിട്ടുള്ള സംഘർഷമായി മാറിക്കഴിഞ്ഞു. അതിൻ്റെ പല ഘട്ടങ്ങൾ നമ്മൾ കണ്ടു. അങ്ങനെ ഇപ്പോൾ ഒരു സമാധാന കരാറിലേക്ക് എത്തിയില്ല എന്ന് പറഞ്ഞു നിൽക്കുകയാണ്. ആലോചിക്കുമ്പോൾ നമുക്ക് തന്നെ അതിശയം തോന്നും. കേരളത്തിന് 560 കിലോമീറ്റർ നീളമുള്ള കേരളമാണെന്ന്, അതിന് 460 അതിൽ കൂടുതലോ തീരപ്രദേശമുണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിനേക്കാൾ ചെറുത് പലസ്തീന ഇസ്രായേലിൻ്റെ നീളം തന്നെ ആകെ 424 കിലോമീറ്റർ ഉള്ളൂ. നമ്മൾ ബൈബിളിൽ വായിക്കും, ഈശോ നടന്നു 2-3 ദിവസം കൊണ്ട് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നടന്നെത്താവുന്ന ദൂരമേ ഉള്ളൂ എന്ന്. 3 ദിവസം അല്ലെങ്കിൽ അല്പം കൂടെ കൂടുതൽ. അങ്ങനെയും ചെറിയൊരു നാട്. ഇതെങ്ങനെ എന്ന് ചിലപ്പോൾ അന്നേരം നമുക്ക് മനസ്സിലൊരു ചോദ്യം വരാം. ചുറ്റും പല രീതിയിലുള്ള പല അഭിപ്രായഗതികളുള്ള മനുഷ്യർ, നാടുകൾ, ആ രാജ്യങ്ങൾക്ക് മധ്യേ ഈ ചെറിയ നാട് എങ്ങനെ പിടിച്ചു നിൽക്കുന്നു എന്ന് അതൊക്കെ ചർച്ചയ്ക്ക് എടുക്കാറുള്ള വിഷയങ്ങളാണ്. നമുക്ക് എല്ലാവർക്കും അറിവുള്ള കാര്യങ്ങൾ ഞാൻ ഓർമ്മിപ്പിക്കാം. 3 പ്രവിശ്യകൾ ആണ് ഈ ഇസ്രായേൽ പലസ്തീനയിൽ. വടക്കേ ഭാഗത്ത് അത് ഗലീലി പ്രോവിൻസ് ആണ്. അതിൻ്റെ തലസ്ഥാനം ടൈബീരിയാസ് ആണ്. അതിൻ്റെ തെക്ക് ഭാഗത്തുള്ള പ്രോവിൻസ് ആണ് യൂദയ. അതിൻ്റെ തലസ്ഥാനമാണ് ജെറൂസലേം. ഇനി അതിൻ്റെ മധ്യഭാഗത്തുള്ളത് സമറിയ, പ്രധാന നഗരം നാബ്ലുസ്, ഷെക്കേം ആയിരിക്കണം. അങ്ങനെ ഒരു ചെറിയ നാട്. അതിൻ്റെ ഇങ്ങനെയുള്ള പ്രത്യേകതകൾ കാണുമ്പോൾ നമുക്ക് ഇത് ശരിക്കും വാഗ്ദത്ത നാട് തന്നെ, പ്രോമിസ്ഡ് ലാൻഡ് ഓഫ് പ്രോമിസ്, ദൈവം കർത്താവ് വാഗ്ദാനം ചെയ്ത നാട്. അതുകൊണ്ടാണ് അവർ പിടിച്ചു നിൽക്കുന്നത്, വിജയിക്കുന്നത്, മുന്നേറുന്നത് എന്ന് തോന്നും നമുക്ക്. അത് ശരിയുമാണ്. അതിർത്തി രാജ്യങ്ങളും നോക്കുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച്
സഹായം കിട്ടാവുന്ന രാജ്യങ്ങളൊന്നുമല്ല. നേരെ വടക്ക് ലെബനോൺ, തലസ്ഥാനം ബെയ്റൂട്ട്, വടക്ക് കിഴക്ക് സിറിയ, ദമാസ്കസ് അതിൻ്റെ തലസ്ഥാനം. ഇനി നേരെ കിഴക്ക് ജോർദാൻ, തലസ്ഥാനം ഇന്ന് അമ്മാൻ. പിന്നെ അതിൻ്റെ പടിഞ്ഞാറ് മെഡിറ്ററേനിയൻ കടൽ. തെക്കോട്ട് വന്നാൽ ഏകദേശം തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നീങ്ങി ഈജിപ്ത്. ജെറൂസലേമിൽ നിന്നൊരു 300ഓളം കിലോമീറ്റർ അങ്ങ് തെക്കോട്ട് പോയാൽ താബ ബോർഡർ കടന്നാൽ അങ്ങോട്ട് ഈജിപ്തിലേക്കുള്ള എൻട്രിയായി. കൈറോയിലേക്ക് ഒരു 492 കിലോമീറ്റർ ഉണ്ട്. ചിലപ്പോൾ ഞാനിങ്ങനെ നമ്മുടെ ഔസേപ്പിതാവും മാതാവും ഉണ്ണീശോയും കൂടിയുള്ള യാത്ര ആലോചിക്കുമ്പോൾ ഇതെങ്ങനെ സാധിച്ചു എന്ന് അതിശയത്തോടെ ആലോചിക്കാറുണ്ട്. ബെത്ലഹേമിൽ നിന്ന് കഴുതപ്പുറത്തായിരിക്കണം, ഉണ്ണീശോയും കൊണ്ട് മാതാവും കൂടെ നടക്കുന്ന ഔസേപ്പിതാവും നമ്മൾ കാണാറുണ്ട്. സാധാരണ മനുഷ്യർ ഒരു ജെറൂസലേമിൽ വരണമെങ്കിൽ ഒരു 8-8.5 കിലോമീറ്റർ, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഇത്രയും വലിയ ദൂരം ജെറൂസലേമിൽ നിന്ന് താബ ബോർഡർ വരെ ഇന്ന് ഒരു 300ഓളം കിലോമീറ്റർ ആണെങ്കിൽ ഏകദേശം അത്രയും ഇങ്ങനെ യാത്ര ചെയ്ത് ഇന്നും തിരുക്കുടുംബം താമസിച്ചു എന്ന് കൈറോയ്ക്കടുത്ത് കൈറോയുടെ ഭാഗമായിട്ടുള്ള സ്ഥലത്ത് ഉള്ള പള്ളി അങ്ങനെ ആഘോഷിക്കുന്നുണ്ട് അവർ. 492 കിലോമീറ്റർ താപ ബോർഡറിൽ നിന്ന് പിന്നെ അങ്ങോട്ട്, അപ്പോൾ ഒരു 600-700 കിലോമീറ്റർ ഇങ്ങ് പോന്നിരിക്കുകയാണ്. ഇതെങ്ങനെ നടന്നു? നമുക്ക് അതിശയം തോന്നും അതെങ്ങനെയാണ് സംഭവിച്ചത് എന്ന്. കർത്താവിൻ്റെ പദ്ധതിയുടെ ഭാഗമായി സംരക്ഷകനായ വിശുദ്ധ ഔസേപ്പിതാവ് അത് നടത്തി എന്നാലോചിക്കുമ്പോഴാണ് ഒരു തരത്തിലുമുള്ള മനുഷ്യൻ്റെ പ്രയത്നമല്ല, കർത്താവിൻ്റെ പദ്ധതിയാണത്, അതുകൊണ്ടാണത് നടന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക. അപ്പോൾ ഈ ഇസ്രായേൽ ഇത്രയും ചെറിയൊരു നാട് എങ്ങനെ പിടിച്ചു നിന്നു എന്നാലോചിക്കും തോറും ഞങ്ങളിങ്ങനെ പറയാറുണ്ട്, അവരുടെ പട്ടാളം യുദ്ധത്തിന് ഇറങ്ങുന്നത് തന്നെ സങ്കീർത്തനം പാടി സ്തുതിച്ചുകൊണ്ടാണ്. കർത്താവ് തന്ന നാടാണത്, വാഗ്ദത്ത ഭൂമിയാണ്, ദ പ്രോമിസ്ഡ് ലാൻഡ്. അതുകൊണ്ട് ഒരിക്കലും അത് കൈവിട്ടു പോവില്ല എന്നുള്ള ബോധ്യം, ആത്മവിശ്വാസം അവരെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരൊക്കെ എതിർത്താലും എന്തെല്ലാം തടസ്സം വന്നാലും അതാണ് അവരെ മുന്നോട്ട് നയിക്കുന്ന ആ ചാലകശക്തി. ഓരോ ഘട്ടത്തിലും അവരുടെ മനസ്സിൽ വരുന്നത് കർത്താവ് നയിക്കും എന്നതാണ്. കർത്താവ് മോശയോട് പറഞ്ഞതും നിൻ്റെ കൂടെ ഞാനാണ്, ഞാൻ നിന്നെ നയിക്കുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് അവർ ഈ നാട്ടിലെത്തിയത്. അതുകൊണ്ട് തന്നെ അതവരെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നും അവിടെ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ അനുഭവങ്ങൾ പലതും വളരെ ആശ്വാസജനകമാണ്, പ്രോത്സാഹജനകമാണ്. അവിടുത്തെ സ്റ്റുഡൻറ്റ് വിസ ഏർപ്പാട് ചെയ്യാൻ വേണ്ടി അവരുടെ ഓഫീസിൽ ചെന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. വളരെ പേഴ്സണലായിട്ട് അവിടെ നമുക്ക് ഒരു തടസ്സം വന്നു, അതിന് സ്റ്റുഡൻറ്റ് വിസ റിന്യൂ ചെയ്യുന്നതിന്. അപ്പോൾ ഉടനെ അവർ ഭവ്യതയോടെ അതിൻ്റെ സ്റ്റാഫ്
ഞാൻ ഒരു പരിചയമില്ലാത്ത എന്നെ അവർ സഹായിക്കുകയായിരുന്നു. അതിനുള്ള വഴികൾ പറഞ്ഞ് ക്രിസ്ത്യൻ സ്റ്റുഡൻസ് വരുമ്പോൾ ഏത് വഴിക്ക് പോകണം, എങ്ങനെ അതിന് വഴിയുണ്ടാകും, അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്താണ് എന്നൊക്കെ പറഞ്ഞ്. അപ്പം ഞാൻ ഓർക്കുന്നത് അവർക്ക് ബോധ്യമുണ്ട് ഇത് കർത്താവ് നൽകിയ നാടാണ്, ഇത് വാഗ്ദത്ത ഭൂമിയാണ്, ഇതിൽ നമ്മൾ ആരുടെ മേലും അഗ്രഷൻ അങ്ങ് കുതിര കയറാൻ വേണ്ടി പുറപ്പെടുകയല്ല, മറിച്ച് എല്ലാവരും അവരുടെ റെഗുലേഷൻ അനുസരിച്ച് മൂവ് ചെയ്യണം, അവിടെ പഠിക്കണം, ജീവിക്കണം എന്ന് തന്നെയാണ് അവർ കരുതുന്നത്. എന്നാൽ അവരെ വളരെ കോഷ്യസ് ആകാൻ അവരെ പ്രേരിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഹീബ്രു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വരുന്ന ബസ്സിൽ കല്ലേറ് വരും. എൻ്റെ മടിയിലേക്ക് തന്നെ ഒരു ഗ്ലാസ് പീസ് അതിൻ്റെ ഹാൻഡിലിനോട് കൂടി വന്ന് വീഴുകയാണ്. അപ്പം തന്നെ ഡ്രൈവർ അത് നിർത്തി തൻ്റെ തോക്കുമെടുത്ത് ഓടുന്നുണ്ട്. ഇസ്രയേലി ബസ്സിൽ പലസ്തീനി ആംഗിളിൽ വരുമ്പോൾ മൗണ്ട് സ്കോപ്പസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ സംഭവിക്കുന്നതാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കണത് അങ്ങനത്തെ ഒരു രീതി അവിടെ അന്ന് അവർക്ക് നിത്യ അനുഭവമായി മാറുന്നു. എന്നിട്ടും അവർ നമ്മളെപ്പോലെ അവിടെ സന്ദർശനത്തിനോ പഠിക്കാനോ ചെല്ലുന്നവരോട് അനുഭാവത്തോടെ പെരുമാറുന്നു. ഇപ്പോൾ ഞാൻ ഉള്ളിൽ കാണുന്ന കാര്യം, അവർക്ക് ആരോടും ആ നിലയ്ക്ക് പകയില്ല. പല സഹനങ്ങളുടെ അനുഭവങ്ങൾ കഴിഞ്ഞിട്ട് വരുന്ന പിൻതലമുറക്കാരാണ് അവർ. രണ്ടാം ലോക മഹായുദ്ധത്തെ കാര്യങ്ങളൊന്നും നമ്മൾ മറന്നിട്ടില്ലല്ലോ. ഇതൊക്കെ കഴിഞ്ഞ് വരുന്ന അവർക്ക് പൊതുവെ അവിടെ ചെന്ന് പറ്റിയാൽ പിന്നെ അനുഭാവമാണ്. ഒരു നമ്മെ പ്രോത്സാഹിപ്പിക്കണം, അംഗീകരിക്കണം, നമ്മുടെ താമസം അവിടെ നന്നാകണം, പഠനത്തിന് സൗകര്യങ്ങളുണ്ടാകണം എന്നൊക്കെ. ഈ ഇസ്രായേൽ ചരിത്രം അന്വേഷിക്കുമ്പോഴും ഇതെത്ര വരെ പുറകിലേക്ക് പോകാം എന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിൽ വരും. വാസ്തവത്തിൽ പോകേണ്ടത് ബൈബിൾ അടിസ്ഥാനപ്പെടുത്തി ചിന്തിക്കുമ്പോൾ അബ്രാഹം വരെയാണ്. അബ്രാം എന്ന ആദ്യം പേര്, പിന്നെ അബ്രാഹം, ഇതൊക്കെ നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ അബ്രാമിനെ വിളിക്കുന്ന ദൈവം അബ്രാമിനെ വിളിക്കുന്നു, അനുഗ്രഹിക്കുന്നു. അബ്രാം തന്നെ ഒരു അനുഗ്രഹമായി മാറും എന്ന് കർത്താവ് ഉറപ്പ് നൽകുന്നു. എന്നിട്ടാണ് കൽദായരുടെ ഊർ എന്ന നാട്ടിൽ നിന്ന് അബ്രാഹത്തെ വിളിച്ച് അബ്രാഹത്തിനെ കർത്താവ് കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോകാൻ നിർദ്ദേശിക്കുന്നു. ഇത് നമ്മൾ ഇന്ന് ഒരു നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിലേക്ക് പോകുന്ന പോലെയല്ല. നമുക്കറിയാമല്ലോ, ഇന്നത്തെ യാത്രകൾ വളരെ ആ നിലയ്ക്ക് നോക്കുമ്പോൾ സൗകര്യമുണ്ട്. ഇത് ഒരു ഗോത്രം ഒന്നിച്ച് ജീവിക്കുന്നു. അവരുടെ എല്ലാ കാര്യങ്ങളും ആ ഗോത്രത്തിൻ്റെ ഉള്ളിൽ സുരക്ഷിതമാണ്. ആ സുരക്ഷിത വലയമാണ് വേണ്ടെന്ന് വെച്ച് കർത്താവ് കാണിച്ചു തരുന്ന, ഹീബ്രു വായിക്കുമ്പോൾ കൃത്യമാണത്, കാണിച്ചു തരാൻ പോകുന്ന നാട്ടിലേക്ക് കാണിച്ചു തന്നിട്ടില്ല. ഏതാണ്ട് ഓരോ സ്റ്റെപ്പും എടുത്തുകൊണ്ട് കർത്താവിനെ തിരിഞ്ഞു നോക്കണം. എന്താണ് കർത്താവ് ഇനി ഉദ്ദേശിക്കുന്നത്, ഇനി എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന്. ആ തരത്തിലെ ഘട്ടം ഘട്ടമായി കർത്താവ് കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോകാനൊരുങ്ങുന്ന ഒരു വിശ്വാസികളുടെ പിതാവായ അബ്രാഹാമിനെ നാം കാണുന്നു. ഈ ഉൽപ്പത്തി 12 മുതലുള്ള അധ്യായത്തിൽ അങ്ങനെയാണ്. ഏകദൈവ വിശ്വാസികളാണ് യഹൂദരും, അതുപോലെ അറബി മുസ്ലിങ്ങളും, അതുപോലെ ക്രിസ്ത്യാനികളും. അവരുടെയൊക്കെ പിതാവായി അബ്രാഹാം അങ്ങനെ മാറുകയാണ്. അബ്രാഹത്തിൻ്റെ വിളി കൽദായരുടെ ഊർ എന്ന നാട്ടിൽ നിന്ന് കർത്താവ് കാണിച്ചു തരുന്ന നാട്ടിലേക്ക് ഉള്ള വിളിയാണ്. കേവലം ഒരു നാട്ടിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകുന്നു എന്ന്
അങ്ങനെ ലാഘവ ബുദ്ധിയോടെ നമ്മൾ കാണാൻ പാടില്ല. മറിച്ച് ഒരു ഗോത്രം നൽകുന്ന സംരക്ഷണത്തിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക്, ഒരു പരിചയമില്ലാത്തയിടത്തേക്ക് ഒരു വലിയ റിസ്ക് എടുത്തുകൊണ്ട് ജീവന് തന്നെ ഭീഷണിയാകാവുന്ന രീതിയിൽ അബ്രാഹാം മുന്നോട്ട് പോകുന്നു. ഏക കാരണം കർത്താവാണ് വിളിച്ചവൻ, അവൻ അനുഗ്രഹിച്ചു കഴിഞ്ഞു, അവനാണ് കാണിച്ചു തരിക. ഭാഷ പഠിക്കുമ്പോൾ ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് കൃത്യമായി പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് അയക്കുകയല്ല, കാണിച്ച് തരാൻ പോകുന്ന നാട്ടിലേക്ക് പോകൂ എന്നാണ് അബ്രാഹത്തിനോട് കർത്താവ് പറയുക. കാണിച്ചു തരുന്ന പ്രക്രിയ തുടരും. അതായത് ഓരോ ഘട്ടത്തിലും അബ്രാഹം കർത്താവിലേക്ക് തിരിയണം, ചോദിക്കണം ഇനി എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന്. അങ്ങനെ വന്നെത്തുകയാണ് താൻ കർത്താവ് അവന് വേണ്ടി ഒരുക്കിയ നാട്ടിലേക്ക്. ഞാൻ എളുപ്പം പറഞ്ഞു പോകാം. അത് കഴിഞ്ഞ് ഇതാ ഇസഹാക്കിൻ്റെ ഊഴമായി. ഇസഹാക്കിനെയും യാക്കോബ്, ഏസാവ്, ആ വിവരങ്ങളൊക്കെ നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും. യാക്കോബ് വാസ്തവത്തിൽ മൂത്ത മകനല്ല. എന്നാൽ അവൻ ഇസഹാക്കിൽ നിന്ന്, പിതാവിൽ നിന്ന് മൂത്ത മകന് കിട്ടേണ്ട ആ കടിഞ്ഞൂൽ പുത്ര അവകാശം തട്ടിയെടുത്തവനാണ്. ജനിക്കുമ്പോൾ തന്നെ അവൻ കുതികാൽ പിടിച്ചവനാണ്. ആദ്യം ജനിക്കുന്ന ഏസാവിനെ ഏതാണ്ട് പിടിച്ചു വലിച്ചിടുന്നത് പോലെ. എന്നിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെയൊക്കെയുള്ള ഡിസെപ്ഷൻ, ചതി, ഒരു കണ്ണിങ് നേച്ചർ ഓടുകൂടി പിറന്നിട്ട് പോലും കർത്താവായ ദൈവം അവനെ തിരഞ്ഞെടുത്ത് ഇനി ജനതതി അവനിലൂടെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് നിശ്ചയിക്കുകയായിരുന്നു. യാക്കോബും അവൻ്റെ 12 മക്കളും ആണ് ക്രമേണ 12 ഗോത്രങ്ങളുടെ അധിപന്മാരായി മാറേണ്ടത്. കർത്താവ് തിരഞ്ഞെടുത്തതുകൊണ്ട് തന്നെ ഈ യാക്കോബിൻ്റെ പേരിൻ്റെ ആ കുതികാൽ വെട്ടുന്നവൻ, സപ്ലാൻഡർ, ഹി ഹു ഫോളോസ് ഓൺ ദ ഹീൽസ് ഓഫ് അനദർ എന്ന ആ ആക്ഷേപം മാറ്റി കർത്താവ് അവനെ പുതിയ പേര് നൽകുകയാണ്. ഇസ്രായേൽ, ഗോഡ് പ്രിവെയിൽസ്. ആത്യന്തിക വിജയം ദൈവത്തിൻ്റേതാണ്, ദൈവം വിജയിക്കുന്നു, നിലനിൽക്കുന്നു എന്ന പേര് നൽകുകയാണ്. അത് അർത്ഥപൂർണവുമാണ്. കാരണം വിളിച്ചവൻ കർത്താവായ ദൈവമെങ്കിൽ അവനെ, ആ കർത്താവായ ദൈവത്തിന് നമുക്കറിയാത്ത വഴികളുണ്ട്. മാനുഷിക ചിന്താഗതിയിൽ ഇത് നശിക്കാനാണല്ലോ പോണത്, ഇതെല്ലാം നശിച്ചു, ഇനി ആരും എന്ന് കരുതുമ്പോഴും അവിടെ വഴി കാണിക്കാനും നിലനിൽക്കുന്നതാണിത് എന്ന് തെളിയിക്കാനും വഴികളുണ്ട്. അങ്ങനെ ആ വഴിയാണ് പിന്നെ നമ്മൾ ബൈബിളിൽ കാണുക. മക്കൾ തമ്മിലുള്ള അസൂയ, പിതാവിനെ യോസഫിനോടുള്ള ആ പ്രത്യേക സ്നേഹം, ഇഷ്ടം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥ. പൊട്ടകിണറ്റിലിടുന്നു, മിതിയാങ്കാർക്ക് വിൽക്കുന്നു, അവരവനെ ഈജിപ്തിലേക്ക് കൊണ്ടുപോകുന്നു. അതാണ് ജോസഫിന് സംഭവിച്ചത്. അതുപോലും എന്നിട്ട് അവർ അപ്പൻ്റെ അടുത്ത് വന്ന് നുണ പറയുന്നു. അപ്പൻ ഇസഹാക്ക് തൻ്റെ വാർദ്ധക്യത്തിൽ, അപ്പൻ യാക്കോബ് തൻ്റെ വാർദ്ധക്യത്തിൽ മകനെ മൃഗങ്ങളാൽ കൊല്ലപ്പെട്ട, അങ്ങനെയാണ് അവർ കൊടുത്തിട്ടുള്ളത്, അവരറിയിപ്പ് കൊടുത്തിട്ടുള്ളത്. ജോസഫിനെ കുറിച്ച് വിലപിക്കുന്നു. അതോടുകൂടിയും തീർന്നില്ല. ആ ജോസഫിനെ മിതിയാങ്കാർ വഴി കർത്താവിൻ്റെ മെഗാ പദ്ധതിയുടെ ഭാഗമായി ഈജിപ്തിലേക്ക് എത്തിക്കുന്നു. ഫറവോയുടെ തന്നെ 2ാം സ്ഥാനക്കാരനായി അവനവിടെ മാറുകയും ചെയ്യുന്നു. ഇവഞ്ച്വലി
ക്രമേണ ഈ ക്ഷാമത്തിൻ്റെ കാലത്ത് യാക്കോബിൻ്റെ മക്കൾ ധാന്യം അന്വേഷിച്ച് ഈ ഈജിപ്തിലെത്തുന്നു. ഫറവോയുടെ സന്നിധിയിൽ ജോസഫിന് അവരെ മനസ്സിലാവുന്നുണ്ട്. എന്നാൽ അവർക്ക് ജോസഫ് ആരാണെന്ന് മനസ്സിലായിട്ടില്ല. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ എല്ലാ മക്കളും അപ്പൻ യാക്കോബും ഉൾപ്പെടെ ഈജിപ്തിലേക്ക് വന്ന് ജോസഫിൻ്റെ സംരക്ഷണയിൽ ഇടം കണ്ടെത്തുന്നു. അവരെ കർത്താവിൻ്റെ പദ്ധതിയുടെ ഭാഗമായി ഈജിപ്തിൽ അങ്ങ് ഫ്ലറിഷ് ചെയ്യാൻ, തഴച്ചു വളരാൻ, അനേകം മക്കളുടെ ജനതതിയുടെ ആ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമായി അങ്ങനെ ജനതതിയായി വളരാൻ ഇടവരികയും ചെയ്യുന്നു. 1250 BCക്കും 1200 ഇടയ്ക്ക് നടന്ന കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്, മോശയുടെ നേതൃത്വത്തിൽ ആ അടിമത്തത്തിൻ്റെ നാട്ടിൽ മിസ്രയീം, ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ ജനം രക്ഷ പ്രാപിക്കുന്നതിനെക്കുറിച്ചാണ്. മോശ കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. നമുക്കറിയാം, പുറപ്പാട് പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ അത് നമ്മൾ വിശദീകരിച്ച് വായിക്കുന്നുണ്ട്. 7-ാം വാക്യത്തിൽ പ്രത്യേകിച്ചും ഇസ്രായേൽ ജനത്തിൻ്റെ സങ്കടം കാണുന്ന ദൈവം, സഹനം കാണുന്ന ദൈവം, അവരുടെ നിലവിളി കേൾക്കുന്ന ദൈവം, അവരുടെ വേദന അറിയുന്ന ദൈവം, അതിൻ്റെ പേരിൽ അവരെ സഹായിക്കാൻ, രക്ഷിക്കാൻ ഇറങ്ങി വരുന്ന ദൈവം, അതിനുവേണ്ടി മോശയെ തിരഞ്ഞെടുത്ത് ഈ ജനത്തിനെ രക്ഷകനായി അയക്കുന്ന ദൈവം, അതാണ് അവരുടെ അനുഭവം. അങ്ങനെ ഈജിപ്തിൽ മോശ വന്ന വിവരങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. വെള്ളത്തിൽ നിന്ന് എടുക്കപ്പെട്ടവൻ, ഈജിപ്തിലെ ഫറവോയുടെ കൊട്ടാരത്തിൽ തന്നെ ജീവിതം തുടർന്നവൻ, എന്നാൽ സ്വന്തം ജനത അവിടെ കഷ്ടപ്പാട് സഹിക്കുന്നത് കണ്ട് ഇതൊക്കെ ഉപേക്ഷിച്ച് അവർക്ക് രക്ഷകനാകാൻ തയ്യാറായി ഇറങ്ങി വരുന്ന, മുന്നോട്ട് വരുന്ന മോശ. അവിടെ മോശ അവർക്ക് രക്ഷകനാകുമ്പോൾ തടസ്സങ്ങളുണ്ടായിരുന്നു. സ്വന്തം ജനത്തിൽ നിന്ന് തന്നെ സംശയങ്ങളുണ്ടായിരുന്നു, ഇവൻ ആര് എന്ന്. എന്നാൽ പിന്നീട് അവർക്ക് മനസ്സിലായി, ഇത് കർത്താവ് അയച്ചവനാണ്, അവർക്ക് രക്ഷകനായി വന്നവനാണ്. സീനായി മരുഭൂമിയിലേക്ക് എത്തുന്നതിനുള്ള വഴി ചെങ്കടൽ കടന്നുകൊണ്ട് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് മോശ. മോശയ്ക്കെതിരെ തിരിഞ്ഞ ജനം മോശയെ ഏതാണ്ട് കൊല്ലുന്നതിൻ്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴും മോശയ്ക്ക് പറയാനുള്ളത്, നോ, കർത്താവ് കാണിച്ചു തരും എന്നായിരുന്നു. അങ്ങനെ കർത്താവ് കാണിച്ചു തന്നു വഴി. അവിടെ ഒരു വശത്ത് ഫറവോയുടെ രഥങ്ങളുമായി സൈന്യം വരുന്നത് അവർ കാണുന്നു, അപ്പുറത്ത് ചെങ്കടൽ, അതിന് രണ്ടിൻ്റെ ഇടയ്ക്ക് മോശ വഴി കർത്താവ് വീണ്ടും കാണിച്ചു കൊടുത്തു. അവർക്ക് രക്ഷപ്പെടാനുള്ള വഴി ഇനിയും ഉണ്ട് എന്ന്. അങ്ങനെ ചെങ്കടൽ കടക്കുന്നു. അവർ അതൊക്കെ കഴിഞ്ഞു. പിന്നെയും കർത്താവിനെ മറക്കുന്നത് പോലെ നമുക്ക് തോന്നും വിശദീകരണം കാണുമ്പോൾ. മാറായിൽ പാറയിൽ നിന്ന് വെള്ളം കൊടുത്ത് അവർക്ക് കുടിവെള്ളം കൊടുത്ത് അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്ന മോശ. അത് കഴിഞ്ഞ് സീനായി മല നിരകൾ കിലോമീറ്റർ കണക്കിന് അങ്ങനെ അവർ കാണുന്നുണ്ട്. ഹസറോത്ത് അതുവഴി തിരിഞ്ഞ് വീണ്ടും കേവലം വളരെ കുറച്ച് സമയം കൊണ്ട് നേരെ വടക്കോട്ട് അവരെ നയിച്ചിരുന്നുവെങ്കിൽ അത് കാനാൻ ദേശത്തേക്ക് എത്തുമായിരുന്നു. അതല്ല കർത്താവ് ചെയ്തത്. അവർക്ക് ഇതൊരു ആത്മീയ വിശ്വാസ വളർച്ച തന്നെ ആകണം എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അവരെ കിഴക്കോട്ട്, അങ്ങനെയാണ് മാറായിൽ എത്തുന്നത്. അവിടുന്ന് തുടർന്ന് അങ്ങോട്ട് ഹെസ്രോത്ത്, അങ്ങനെ വേണം
അവർ വളഞ്ഞ് വീണ്ടും കിഴക്ക് നിന്ന് വടക്കോട്ട് തിരിഞ്ഞ് കാദേശ് ഭരണയായിൽ. അവർക്ക് എതിർപ്പുണ്ട്. പല നാട്ടുരാജാക്കന്മാർ അന്ന് അവിടെ ഉണ്ടായിരുന്നവർ പലരെ അവരെ എതിർക്കാനുണ്ടായി. മിതിയാങ്കാർ, മോവാബ്യർ, ഏദോമിലുള്ളവർ ഒക്കെ. അങ്ങനെയുള്ള രാജ്യങ്ങളുടെ എതിർപ്പ് കർത്താവ് തന്നെ നേരിട്ട് അവർ ശക്തി നൽകി അവരെ ഒക്കെ തോൽപ്പിക്കുന്നതിനുള്ള വഴിയുണ്ടാക്കി. കാരണം എന്താ? അത് വാഗ്ദത്ത ഭൂമിയാണ്, കാനാൻ ദേശം. കർത്താവ് തന്നെ നേരിട്ട് വാഗ്ദാനം ചെയ്തത് കർത്താവ് തന്നെ അവർക്ക് അത് സ്വീകരിക്കാനുള്ള വഴിയുണ്ടാക്കും. അങ്ങനെ അവർ ചെന്നെത്തുന്നതാണ്. ലാഖീഷ്, അയലോൺ, ഹെബ്രോൺ, അവസാനം ഇതാ നേബോ മല വരെയും മോശ അവരെ നയിച്ചുകൊണ്ട് എത്തുന്നു. അവർ കർത്താവിനെ എതിരായിട്ട് തിരിഞ്ഞപ്പോൾ സർപ്പദംശനമേറ്റ് മരിച്ചതും നേബോ മലയിൽ മോശ കർത്താവിനോട് അവർക്ക് വേണ്ടി മാധ്യസ്ഥ്യം യാചിച്ചതും, അങ്ങനെ പിത്തള സർപ്പത്തെ ഉണ്ടാക്കി അതിൽ നോക്കിയവരെ സർപ്പദംശനത്തിൽ നിന്ന് രക്ഷപ്രാപിച്ചതും ഒക്കെ നമുക്കറിയാം. മോശയ്ക്ക് അവിടെ നിന്ന് വാഗ്ദത്ത നാട് കാണാനുള്ള അവസരമേ ലഭിച്ചുള്ളൂ. അങ്ങോട്ട് കടന്നെത്താൻ പറ്റിയില്ല. മോശയുടെ കാലഘട്ടം അവിടെ അങ്ങനെ കഴിഞ്ഞു. നേബോ മലയിൽ നിന്ന് നോക്കി കണ്ടു ആ ചാവുകടലിൻ്റെ അപ്പുറത്ത് ജെറിക്കോയും അതിനെ തുടർന്നുള്ള സ്ഥലങ്ങളും. തുടർന്ന് വന്നത് അവരെ നയിക്കുവാൻ ജോഷുവ ആയിരുന്നു. ജോഷുവയുടെ നേതൃത്വത്തിൽ അവരെ കർത്താവിൻ്റെ പദ്ധതി പ്രകാരം ജെറിക്കോയിലേക്ക് എത്തുന്നു. ജെറിക്കോയുടെ എത്തുന്നതിന് മുമ്പുള്ള അവരുടെ പരിശോധനകളും അതിൽ കർത്താവ് എങ്ങനെ അവരെ ധൈര്യം കൊടുത്ത് അവിടേക്ക് കൊണ്ട് നയിക്കുന്നു എന്നുള്ളതും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ജെറിക്കോയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി കർത്താവ് തന്നെയാണ് അവരെ ഇതുവരെയും നയിച്ചു കൊണ്ടുവന്നത് എന്ന്. എപ്പോഴൊക്കെ അവരെ കർത്താവിൽ നിന്ന് അല്പമെങ്കിലും അകന്നോ അവർക്ക് ശിക്ഷ കിട്ടിയിട്ടുണ്ട്. എന്നാൽ ശിക്ഷ അത് ശിക്ഷണപ്രധാനമായിരുന്നു. ശിക്ഷിച്ചങ്ങ് നശിപ്പിക്കുകയല്ല, മറിച്ച് യാഥാർത്ഥ്യം അവരെ മനസ്സിലാക്കി കൊടുക്കുന്നതിനുള്ള ശിക്ഷണപ്രധാനമായ ശിക്ഷ, ഒരു മൈൽഡ് ചാസ്റ്റൈസ്മെൻറ്റ്, അതുവഴി അവരെ തിരിച്ചു കൊണ്ടുവരുന്നു. വീണ്ടും എൻ്റെ ജനം നിങ്ങൾക്ക് ഞാൻ ദൈവം എന്ന അനുഭവത്തിലേക്ക്. അങ്ങനെ അവർ ജോഷുവയുടെ നേതൃത്വത്തിൽ കാനാൻ ദേശത്തിൻ്റെ ആദ്യത്തെ ഭാഗമായിട്ടുള്ള ജെറിക്കോയിലേക്ക് പ്രവേശിക്കുന്നു. നേബോ മലയിൽ നിന്ന് വാഗ്ദത്ത നാട് നോക്കി കാണുവാൻ മാത്രമേ മോശയ്ക്ക് സാധിച്ചുള്ളൂ. അതിനെ തുടർന്ന് മോശയുടെ മരണമാണ്. പിന്നെ നേതൃത്വം എടുക്കുന്നതാണ് ജോഷുവ. ജോഷുവയുടെ നേതൃത്വത്തിൽ അവർ ജെറിക്കോയിലേക്കും പിന്നെ ഹസോറിലേക്കും ആ ഏരിയയിൽ അങ്ങനെ ഒന്നൊന്നായി നാട്ടുരാജ്യങ്ങളെ തോൽപ്പിച്ചുകൊണ്ട് മുന്നേറുകയാണ്. അന്ന് അവർക്ക് 12 ഗോത്രത്തലവന്മാർ നേതൃത്വം കൊടുക്കുന്ന ഗോത്രങ്ങളായിട്ട് നിൽക്കുന്ന രീതിയിൽ നിന്ന് ഒരു 1425 BC അവിടെ നിന്ന് അങ്ങോട്ട് അവരെ ഭരിക്കാൻ ന്യായാധിപന്മാരെ കർത്താവ് അവർക്ക് നിശ്ചയിച്ചു കൊടുക്കുന്നു. വാസ്തവത്തിൽ ഈ 12 വ്യത്യസ്ത നാട്ടുരാജാക്കന്മാർ ഗോത്രതലവന്മാർ ആയിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് അവർക്ക് ഉണ്ടായിരുന്ന ശക്തിയേക്കാൾ വളരെ കൂടുതൽ ഒരു രാജാവിൻ്റെ കീഴിൽ അല്ലെങ്കിൽ ഒരു ന്യായാധിപൻ്റെ കീഴിൽ അവർ വന്നപ്പോൾ അവർക്ക് അനുഭവമായി. അതിന് കാരണം ഇങ്ങനെ വിഘടിച്ചു കഴിഞ്ഞ ഇസ്രായേലിലെ 12 ഗോത്രങ്ങളും അവരുടെ നേതൃത്വമൊക്കെ ഒരൊറ്റ രാജ്യസങ്കല്പത്തിലേക്ക് വരുന്നതിന് കാരണമായി. മറ്റ് അയൽ രാജ്യങ്ങൾ അവരെ ആക്രമിക്കാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ അവരെ തോൽപ്പിക്കേണ്ടി വരുമ്പോൾ അവരൊറ്റക്കെട്ടായി നിന്നു.
അത് ക്രമേണ ഒരു രാജ്യസങ്കല്പത്തിലേക്ക് അവരെ കൊണ്ടുവന്നു. ഭീഷണി പല നാട്ടുരാജാക്കന്മാരുടെയും അവർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഫിലിസ്ത്യരെ അതിൽ ആദ്യം തന്നെ തുടങ്ങിയതാണ്. മിദ്യാൻകാർക്കെതിരെ ഉദാഹരണത്തിന് ന്യായാധിപന്മാരുടെ പുസ്തകം 6, 7, 8 അധ്യായങ്ങളിൽ മിദ്യാൻകാർക്കെതിരെ എങ്ങനെയാണ് കർത്താവ് ഗിദിയോനെ വിളിച്ച് ന്യായാധിപനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. തൻ്റെ കഴിവിലാണ് എന്ന് ഒരു സമയത്ത് തോന്നുന്ന അവസ്ഥ വരുമ്പോൾ ഗിദിയോനെ കറക്റ്റ് ചെയ്യുന്ന കർത്താവ് അങ്ങനെയല്ല, ഞാനാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് കൃത്യമായി അവനെ വിളിച്ചങ്ങ് മുന്നോട്ട് നയിക്കുമ്പോൾ നായ്ക്കളെപ്പോലെ തടാകത്തിൻ്റെ തീരത്ത് വന്ന് നായ്ക്കളെപ്പോലെ വെള്ളം നക്കി കുടിക്കുന്ന 300 പേര് എന്ന് പറഞ്ഞ മരമണ്ടൂസുകളെ അവരെനിക്ക് തന്നാൽ മതി, കാരണം ഞാനാണ് യോദ്ധാവായ കർത്താവ് എന്ന് ഗിദിയോനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് കർത്താവ് അവിടെ. അങ്ങനെ അവനിലൂടെ വീണ്ടും മിദ്യാൻകാരെ തോൽപ്പിച്ച് രാജ്യം അവർക്ക് ലഭിക്കുന്നു. അങ്ങനെ ഓരോന്നായി മിദ്യാൻകാരെ അതുപോലെ വേറെ ചുറ്റുമുള്ള രാജ്യങ്ങളെ തോൽപ്പിച്ച് കീഴടക്കിക്കൊണ്ട് ഈ കാനാൻ ദേശം അവരുടെ സ്വന്തമായി മാറുന്നു. സാംസന്റെ വിവരം ഞാൻ പറയുന്നില്ല, മറ്റൊരു ന്യായാധിപൻ. ഇതൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് ഒന്നായി വന്നു എന്ന് കണ്ടപ്പോൾ, ഒന്നിച്ച് നിന്നപ്പോൾ വിജയം കിട്ടി എന്ന് മനസ്സിലായപ്പോൾ അവരെ മറ്റ് രാജ്യങ്ങളോട് അവരെ തന്നെ താരതമ്യം ചെയ്യുകയാണ്. അവർക്ക് രാജാവുണ്ടല്ലോ, എന്നാൽ അതുപോലെ ഞങ്ങൾക്കും രാജാവ് വേണം. കർത്താവായ ദൈവത്തിന് അത് ഇഷ്ടമായില്ല. നിങ്ങൾക്ക് വേണ്ടി യോദ്ധാവായ ഞാൻ കർത്താവ് ആണ് യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞു നോക്കി. അവർ വാശി പിടിച്ചു. അങ്ങനെ ഇഷ്ടമില്ലെങ്കിലും അവർക്ക് അതിനു വേണ്ടി ആദ്യം കൊടുത്ത രാജാവാണ് സൗൾ. ആസ്റ്റ് ഓഫ് ഗാഡ്, കർത്താവിനോട് അപേക്ഷിച്ചതിൻ്റെ പേരിൽ ലഭിച്ചത് എന്നർത്ഥത്തിൽ. ഷാൽ ഹി റിക്വസ്റ്റഡ് എന്ന്. ഷൗൾ അങ്ങനെ റിക്വസ്റ്റ് ചെയ്യപ്പെട്ടവൻ രാജാവിന് വേണ്ടി അവരെ അപേക്ഷിച്ചു. കാരണം മറ്റ് രാജാക്കന്മാർക്ക് അയൽപ്പക്കക്കാർക്ക് ഉണ്ട്. ഇഷ്ടമില്ലെങ്കിലും കർത്താവായ ദൈവം അവർക്കങ്ങനെ ആദ്യത്തെ രാജാവിന് നൽകി, സൗൾ. സൗളിൻ്റെ കാലഘട്ടം കഴിഞ്ഞിട്ട് ആദ്യമൊക്കെ രാജാവ് സൗൾ കർത്താവിനെ സ്ഥാനം അംഗീകരിച്ചുകൊണ്ടും ആരാധിച്ചുകൊണ്ടും മുന്നോട്ട് പോയിട്ട് പിന്നെ മിസ്റ്റേക്കുകൾ വന്നു. രാജാവിനെ സമയാസമയങ്ങളിൽ ദൈവത്തിൻ്റെ വചനം നൽകി കറക്റ്റ് ചെയ്യാൻ പ്രവാചകൻ നൽകുന്ന വിവരമനുസരിച്ച് കർത്താവിനെ ആരാധിക്കാൻ ഏറ്റുപറയാൻ അതിന് പുരോഹിതൻ. അങ്ങനെയാണ് അന്ന് രാജഭരണം മുന്നോട്ട് പോയിരുന്നത്. അതിന് കുറവുകൾ വന്നു. അത് കർത്താവിന് ഇഷ്ടപ്പെട്ടില്ല. സൗളിൻ്റെ കാലഘട്ടം അങ്ങനെ കഴിഞ്ഞു. പിന്നെ രാജാവായി വന്നതാണ് ദാവീദ്. സൗളിനെ കിന്നരം വായിച്ചുകൊണ്ട് മനസ്സിന് കുളിർമ പകർന്ന ബാലനായ ദാവീദിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ ദാവീദ് രാജാവ് 40 വർഷം ഭരിച്ചു. യോദ്ധാവ് മാത്രമല്ല, ഒന്ന് രാജ്യത്തെ സോളിഡിഫൈ ചെയ്യുന്ന, അങ്ങ് ഒരു രാഷ്ട്രമായി വളർത്തുന്ന രാജാവ് മാത്രമല്ലായിരുന്നു ദാവീദ് രാജാവ്. ഒരു ആത്മീയ ആചാര്യൻ കൂടി ആയി മാറി. ദാവീദിൻ്റെ സങ്കീർത്തനങ്ങൾ അതിന് ഉദാഹരണങ്ങളാണ്. അങ്ങനത്തെ
40 വർഷത്തെ ഭരണവും കഴിഞ്ഞ് പിന്നെ നമ്മൾ വന്നെത്തുന്നത് മകൻ സോളമനിലേക്കാണ്. സോളമൻ രാജാവിൻ്റെ കാലഘട്ടം സുവർണ കാലഘട്ടം എന്നാണ് അറിയപ്പെടുക. എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നറിവുള്ള സോളമൻ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. രാജ്യത്തിന് വേണ്ടിയല്ല, ഭൂമിക്ക് വേണ്ടിയല്ല. കർത്താവ് എന്ത് ചെയ്തു? അവനെ ജ്ഞാനവും നൽകി. ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചവനായതുകൊണ്ട് അവനെ വലിയ സാമ്രാജ്യവും നൽകി അനുഗ്രഹിച്ചു. സമൃദ്ധിയുടെ കാലം. എന്നാൽ അതെ, ആ സമൃദ്ധിയുടെ കാലഘട്ടത്തിൽ ഒരു വ്യത്യാസമുണ്ടായത്, ആ കാലഘട്ടത്തിൽ സോളമൻ ജെറൂസലേം ദേവാലയം പണിയിച്ചു. ആരാധന, ബലിയർപ്പണം എല്ലാം ദേവാലയ കേന്ദ്രീകൃതമായി മാറ്റി. അത് അറിയാതെ തന്നെ ഒരു രാഷ്ട്രനിർമ്മിതിക്ക്, ഒരു രാജ്യനിർമ്മിതി സോളമൻ രാജാവിൻ്റെ കീഴിൽ അതിന് വഴിയായി. അതുവരെയും കർത്താവിൻ്റെ മുമ്പിൽ പ്രീതികരമായി മാറി. എന്നാൽ സോളമൻ രാജാവിനും തടസ്സങ്ങളും പ്രശ്നങ്ങളും വന്നു. ഉദാഹരണത്തിന്, ഓരോ രാജ്യവുമായിട്ട് നയതന്ത്ര ബന്ധം ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായി അതത് നാടുകളിലെ രാജകുമാരിമാരെ വിവാഹം ചെയ്തു കൊണ്ടുവന്നിരുന്ന സോളമൻ അവരുടെ നിർദ്ദേശപ്രകാരം അവർ കൊണ്ടുവന്ന അവരുടെ കുല ദൈവങ്ങളോ ഗോത്ര ദൈവങ്ങളോ അതിനുവേണ്ടി ദേവാലയം, ചെറിയ ചെറിയ ആരാധന സ്ഥലങ്ങൾ പണിയിച്ചു കൊടുക്കാനിട വന്നു. അവിടെ സോളമന് രാജാവിന് തെറ്റിപ്പോയി. വേറെയും തടസ്സങ്ങളുണ്ടായി. അങ്ങനെ സോളമൻ രാജാവിൻ്റെ സുവർണകാലത്ത് ജെറൂസലേം ദേവാലയം പണിയിച്ചു എന്നുണ്ടെങ്കിലും പിന്നീട് ആ സമൃദ്ധിക്കൊക്കെ മാറ്റം വന്നു. സോളമന് ശേഷം രാജ്യം രണ്ടായി തിരിഞ്ഞു. റഹോബോവാം, ജെറോബോവാം എന്നിങ്ങനെ 2 രാജാക്കന്മാർ. വടക്ക് 10 ഗോത്രങ്ങൾ സമറിയ ആയും പിന്നെ തെക്ക് 2 ഗോത്രങ്ങൾ യൂദാ രാജ്യമായും തിരിഞ്ഞു. അവിടുന്ന് അങ്ങോട്ട് വീണ്ടും ശിഥിലമായി കൊണ്ടിരിക്കുന്ന ഒരു ഇസ്രായേലിനെയാണ് നമ്മൾ കാണുക. ഇസ്രായേൽ, ഗോഡ് പ്രിവെയിൽസ്, ദൈവം നിലനിൽക്കുന്നു, അന്തിമ വിജയം കർത്താവിൻ്റേതാണ് എന്നതൊക്കെ ശരി തന്നെ. എന്നാൽ അവരെ കർത്താവിൻ്റെ ഇഷ്ടത്തിൽ നിന്ന് ഇപ്പോൾ സോളമൻ രാജാവ് വഴി അങ്ങ് മാറിയപ്പോഴോ അത് പിന്നീട് കർത്താവിൻ്റെ വഴിയല്ല എന്ന് അവിടുന്ന് കാണിച്ചു കൊടുത്തു. രാജ്യം ശിഥിലമായി 2ആയി മാറി. 2 രാജ്യങ്ങളായിട്ട് മാറിയതിൻ്റെ വിവരം ഇങ്ങനെയാണ്. വടക്കേ ഭാഗത്തുള്ള രാജ്യം ഇസ്രായേൽ എന്ന പേരിൽ അറിയപ്പെട്ടു. 10 ഗോത്രങ്ങളാണതിൽ. തെക്കേ ഭാഗത്തുള്ള രാജ്യം 2 ഗോത്രങ്ങൾ, അത് യൂദാ രാജ്യം എന്നും അറിയപ്പെട്ടു. റഹോബോവാം, ജെറോബോവാം ഓരോ സ്ഥലത്തെയും രാജാക്കന്മാരുമായി. റഹോബോവാം യൂദാ രാജ്യത്തും ജെറോബോവാം ഇസ്രായേൽ രാജ്യത്തും. അതിൻ്റെ ഇസ്രായേൽ രാജ്യത്തിൻ്റെ ആദ്യകാല തലസ്ഥാനം ഷെക്കേം, ഇന്നതിൻ്റെ പേര് നാബ്ലൂസ് എന്നാണ് ആയിരുന്നു. പിന്നെ പെനുവേൽ, പിന്നെ തിർസ, അവസാനം സമറിയ. അവർക്കൊരു പ്രത്യേകതയുണ്ടായി. അവർ ഒരു നിലയ്ക്ക് പറഞ്ഞാൽ ഒരു രാജ്യമായിട്ട് തുടരുമ്പോൾ തന്നെ അയൽ രാജ്യങ്ങളൊക്കെ ആയിട്ട് ഇടപഴകാൻ തുടങ്ങി. വിവാഹ ബന്ധങ്ങളുണ്ടായി, പിന്നെ കച്ചവട ബന്ധങ്ങളുണ്ടായി. അങ്ങനെ അറിയാതെ അവരുടെ ആ ഒറിജിനൽ ഇസ്രായേൽക്കാർ എന്നുള്ള തനിമ കുറഞ്ഞ് ഇല്ലാതായി. അത് അപകടമായിരുന്നു. അതവരറിഞ്ഞില്ല. വാസ്തവം പറഞ്ഞാൽ അവരുടെ കൺസേൺസ്, അന്നത്തെ ശ്രദ്ധ വേറെയായിരുന്നു. അങ്ങനെ അവർ ഈ വടക്കേ ഇസ്രായേൽ രാജ്യം
തനി യഹൂദ ഇസ്രായേലി പാരമ്പര്യങ്ങളിൽ നിന്ന് അങ്ങ് മാറി മാറി ആ നാട്ടിലുള്ള അംഗങ്ങളും രാജ്യങ്ങളും ആരാധനാക്രമങ്ങളും പതിവുകളും ഒക്കെയായിട്ട് ഇടപഴകി മുന്നോട്ട് പോയി. എന്നാൽ തെക്ക് ഭാഗത്തുള്ള രണ്ട് ഗോത്രങ്ങൾ, യൂദാ ഗോത്രവും ബെഞ്ചമിൻ ഗോത്രവും ചേർന്ന് അത് യൂദാ രാജ്യമായി മാറി. അതിൻ്റെ തലസ്ഥാന നഗരി ജെറൂസലേമായിരുന്നു. അവരുടെ തനിമ, സാംസ്കാരിക തനിമ, അവരുടെ മതപരമായിട്ടുള്ള അവരുടെ അനന്യത, അവരുടെ ആരാധനാക്രമത്തിലുള്ള ഐക്യം, പ്യൂരിറ്റി, യഹൂദൻ്റെ ആ രീതി അതുപോലെ തന്നെ തുടർന്നു. അങ്ങനെ വന്നപ്പോൾ അവർക്ക് തമ്മിൽ എതിർപ്പുണ്ടായി. എന്ന് പറഞ്ഞാൽ അവർ പോയ രീതി, വടക്കേ രാജ്യം ഇസ്രായേൽ പോയ രീതി ശരിയല്ല. അതിനേക്കാൾ കൂടുതൽ തനിമ നിലനിർത്തുന്നത്, ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യുന്നത് തെക്ക് ഭാഗത്തുള്ളവരാണ്, ഞങ്ങളാണ്. അതുകൊണ്ട് അസൽ വാഗ്ദത്ത ഭൂമിയിൽ ജീവിക്കുന്നവരെ, കർത്താവിൻ്റെ വാഗ്ദാനം സ്വീകരിച്ചവർ, അതിനോട് നീതി പുലർത്തുന്നവരെ എന്ന് അവരെ ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ ജെറൂസലം കേന്ദ്രീകരിച്ചുള്ള ആരാധന അവരെ മുന്നോട്ട് കൊണ്ടുപോയി. ഒരു 200 വർഷത്തോളം ഇങ്ങനെ തുടർന്നു. 200 അല്പം കൂടുതൽ. 722 ആയപ്പോഴേക്കും ഇതിനൊക്കെ വ്യത്യാസം വന്നു. കാരണം 722 അസീറിയക്കാരെ യുദ്ധത്തിൽ ഈ ഇസ്രായേൽക്കാരെ സമറിയ തലസ്ഥാന നഗരിയായിട്ടുള്ള ആ വടക്കേ രാജ്യത്തെ ആക്രമിച്ച് കീഴടക്കി. അവരെ ദ ലോസ്റ്റ് ട്രൈബ്സ് ഓഫ് ഇസ്രായേൽ, നഷ്ടപ്പെട്ട 10 ഗോത്രങ്ങൾ, നഷ്ടപ്പെട്ടു പോയ 10 ഗോത്രങ്ങൾ എന്ന് തന്നെ അറിയപ്പെടാൻ തുടങ്ങി. ഗാരിസീം മലയിലുള്ള അവരുടെ ആരാധന സ്ഥലം ഒരുക്കി അവരും അവരുടെ കൂടെ ചേർന്നവരും അവരെ വിവാഹബന്ധത്തിൽ കൊണ്ടുവന്നവരും അവരെ കച്ചവട ബന്ധങ്ങൾ സ്ഥാപിച്ചവരും ഒക്കെ അവിടെ ആരാധന നടത്താൻ തുടങ്ങി. അതാണ് വാസ്തവത്തിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൽ സമറിയക്കാരിയുമായുള്ള സംഭാഷണത്തിൻ്റെ പശ്ചാത്തലം. അവൾ വിഷയം മാറ്റിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, നിനക്ക് 4-5 പേരുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവൻ നിൻ്റെ ഭർത്താവല്ല എന്ന് കർത്താവ് പറയുമ്പോഴും അവൾ വിഷയം മാറ്റുന്നത് എങ്ങനെയാണ്? ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ, ചൂണ്ടിക്കാണിക്കുന്നത് ഗരീസിം മലയാണ്, അവിടെ ആരാധന നടത്തി. നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ യൂദ രാജ്യത്തുള്ളവർ, നിങ്ങൾ പറയുന്നു ജെറൂസലേമിലാണ് ആരാധിക്കുകയെന്ന്. അങ്ങനെ ചർച്ച വിഷയം മാറുന്നു. ഈശോ അതിൻ്റെ അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. സ്ത്രീ, നീ ഞാൻ പറയണത് കേൾക്കൂ, ഈ മലയിലോ ആ മലയിലോ അല്ല, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവർ എന്നൊക്കെ. അതുപോലെ തന്നെ കർത്താവിൻ്റെ ഭാഗത്തുനിന്ന്, ഈശോയുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട്, ഡ്രമാറ്റിക്കായിട്ട്, നാടകീയമായിട്ട് ഈശോ അവരെ, ആ ജെറൂസലേമിലുള്ള പ്രധാന പുരോഹിതന്മാരെ, ഫരിസേയരെ, സദുക്കായരെ, അവരെയൊക്കെ അങ്ങോട്ട് ആക്ഷേപിക്കുന്ന രീതിയിൽ പറഞ്ഞു വയ്ക്കുന്നു. നിങ്ങൾ ജെറൂസലേം ദേവാലയത്തിലേക്ക് ആരാധിക്കാൻ പോകുന്നു, പുരോഹിതൻ പോകുന്നു, ലേവായം പോകുന്നു. എന്നാൽ ആ വഴിയിൽ പോകുമ്പോൾ കണ്ട കള്ളന്മാരുടെ കയ്യിലകപ്പെട്ടവനെ സഹായിക്കാൻ നിങ്ങൾ ആരും ഉണ്ടായില്ല. അതിന് ആ പകുതി വിജാതീയനായിട്ടുള്ള, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത, പ്യുവർ ബ്ലഡ് അല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ തള്ളിക്കളഞ്ഞ ആ സമരക്കാരനെ ഉണ്ടായുള്ളൂ എന്ന് പറയുകയാണ് ഈശോ, പഠിപ്പിക്കുകയാണ്. നീയും നിയമജ്ഞ, നീയും പോയി അപ്രകാരം ചെയ്യൂ. എങ്ങനെയാണ് ഈശോയുടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്? അത് അവർക്ക് അന്ന് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമായിരുന്നു. ചിലപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, ഈശോ മിശിഹായെ അവർ കുരിശിൽ തറച്ച് കൊല്ലാനുള്ളൊരു കാരണം
ഈ തരത്തിൽ ഉള്ള കാര്യങ്ങൾ അവർക്ക് വലിയ ഷോക്കടിപ്പിക്കുന്ന രീതിയിൽ അന്നത്തെ മത സാംസ്കാരിക പുരോഹിത പാരമ്പര്യങ്ങളെ ഒരു തരത്തിലും അംഗീകരിക്കാത്ത രീതിയിൽ ഈശോ പറഞ്ഞതാണോ? അങ്ങനെ വേണം സംശയിക്കാൻ. അപ്പോൾ ഇവിടെ എന്തൊക്കെയുണ്ടായി? ഈ വടക്കേ രാജ്യം അങ്ങനെ ശിഥിലമായി തനിമയില്ലാതെ മറ്റ് പല രാജ്യങ്ങളുമായും ചേർന്ന് ശരിക്കും പറഞ്ഞ സങ്കരവർഗമായി മാറി. തെക്കേ 2 ഗോത്രങ്ങൾ, യൂദ ബെഞ്ചമിൻ ഗോത്രങ്ങളോ ജെറൂസലം കേന്ദ്രീകരിച്ച് ആരാധനയിലും ഭരണക്രമത്തിലും ഒക്കെ പിടിച്ചു നിന്നു. എന്നാൽ അവർക്കും പ്രശ്നമുണ്ടായി. BC 6-ാം നൂറ്റാണ്ടായപ്പോഴത്തേക്കും ബാബിലോണിയയിലെ രാജാവ് നബുക്കദ്നേസർ രാജാവ് അവിടെ ശക്തി ആർജിച്ചു. കർക്കെമിഷ് യുദ്ധത്തിൽ രാജാവ് ഈജിപ്തിനെ തോൽപ്പിച്ചതോടുകൂടി ആ ഭാഗത്തുള്ള എല്ലാ രാജ്യങ്ങളും അടക്കി വാഴുന്നവനായി മാറി. യൂദ ബാബിലോണിൻ്റെ സാമന്ത രാജ്യമായി. യൂദ രാജാവ് യഹോയാക്കിം ബാബിലോൺ രാജാവിന് കപ്പം കൊടുക്കുന്ന രീതി തുടർന്നു. അതും കഴിഞ്ഞപ്പോൾ അതിന് തയ്യാറാകാതെ വന്നപ്പോൾ യുദ്ധമായി. യഹോയാക്കിം രാജാവ് അതിൽ കൊല്ലപ്പെട്ടു. അങ്ങനെ ആദ്യത്തെ ബാബിലോണിയൻ പ്രവാസം 597 BC-യിലും രണ്ടാമത്തെ പ്രവാസം 10 കൊല്ലത്തിന് ശേഷം 587 BC-യിലും നടന്നു. രണ്ടാമത്തേതിൽ അവർ ജെറൂസലം ദേവാലയം തകർത്ത് കളഞ്ഞു. എല്ലാവരെയും ബന്ദികളായി പ്രവാസികളായി ബാബിലോണിലേക്ക് കൊണ്ടുപോയി. മെസൊപ്പൊട്ടേമിയ, യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികൾക്ക് ഇടയ്ക്കുള്ള നാട്ടിലേക്ക് അവരെ പ്രവാസികളായി കൊണ്ടുപോയി. ജെറൂസലമിനോർത്ത് വിലപിച്ചുകൊണ്ട് 137-ാം സങ്കീർത്തനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ബാബിലോൺ നദിയുടെ തീരത്ത് ജെറൂസലമിനെ ഓർത്ത് അവർ കരഞ്ഞു. അവിടെ കിന്നരങ്ങൾ അലരി വൃക്ഷങ്ങളിൽ തൂക്കിയിട്ട് അവരെ എങ്ങനെ ഞങ്ങൾ അവരെ പിടിച്ചുകൊണ്ടുപോയ നബുക്കദ്നേസർ രാജാവിൻ്റെ ബാബിലോണിയക്കാർ അവരോട് പറഞ്ഞു, നിങ്ങളുടെ കർത്താവിൻ്റെ ഗീതമാലപിച്ച് ഞങ്ങളെ സന്തോഷിപ്പിക്കൂ. അവർ പറയുന്നുണ്ട് 137-ാം സങ്കീർത്തനത്തിൽ, എങ്ങനെ ഞങ്ങൾ ഈ വിദേശ നാട്ടിൽ വിപ്രവാസത്തിൽ കർത്താവിൻ്റെ ഗാനമാലപിക്കും? ജെറൂസലേമേ, നിന്നെ ഞാൻ മറക്കുന്നുവെങ്കിൽ എൻ്റെ അണ്ണാക്കിൽ ഒട്ടിപ്പോകട്ടെ എന്ന്. അങ്ങനെ അവരെ അവിടെ ബാബിലോണിയയിലെ പ്രവാസകാലത്തിൽ കഴിഞ്ഞു. ജെറൂസലമിനോർത്ത് വിലപിച്ചു. അവരുടെ ഓർമ്മയിൽ നിന്ന് അവിടെ മത ആചാരങ്ങൾ ഓർമ്മകൾ മാത്രമായി. റിവൈവ് ചെയ്യാൻ ശ്രമിച്ചു. മത ആചാരങ്ങൾ, മതഗ്രന്ഥം, അങ്ങനെ പുതിയ തലമുറകൾക്ക് വേദഗ്രന്ഥങ്ങൾ അവരുടെ കയ്യിലുള്ളിടത്തോളം വ്യാഖ്യാനിക്കാൻ അവർ ശ്രമിച്ചു. വിശ്വാസ ചൈതന്യം പുതിയ തലമുറയ്ക്ക് അവർ കൈമാറി കൊടുത്തു. അരമായ ഭാഷയിലെ സാഹിത്യത്തിലെ അവർക്ക് ഒരു പുത്തൻ ഉണർവുണ്ടായത് ആ സമയത്താണ്. പേർഷ്യൻ രാജാവായ സൈറസ്, മഹാനായ സൈറസ് ആണ് 537 BC-യിലെ ബാബിലോണിലെ രാജാവായി വന്നത്. ആ രാജാവ് വലിയ സ്വതന്ത്ര മനസ്ഥിതിയുള്ള രാജാവായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ മതസ്ഥർക്കും അവരുടേതായിട്ടുള്ള ദേവന്മാരെ ആരാധിക്കുന്നതിനോ ഇനി ആവശ്യമുള്ളവർക്ക് പ്രവാസികളായി വന്നുവിട്ടവർക്ക് തിരിച്ചു പോകുന്നവനോ ഒക്കെ അവസരം നൽകി. അങ്ങനെ BC 536 രാജാവ് വന്നിട്ട് ഈ കാര്യം അനുവദിച്ചതിന്
ഒരു വർഷത്തിന് ശേഷം ബാബിലോണിയയിൽ നിന്ന് പോയിരുന്ന യഹൂദ പ്രവാസികൾ, ഇസ്രായേൽക്കാർ എല്ലാവരും തിരിച്ചു വന്ന് ജെറൂസലേമിൽ പുതിയ ദേവാലയം പണിയുന്നതിന് തുടങ്ങി വെച്ചു. അതിൽ അവരെ ആ വടക്കേ രാജ്യത്ത് ഉണ്ടായിരുന്ന ആരെയും ഉൾപ്പെടുത്താൻ ആഗ്രഹിച്ചില്ല. അവരെ യഹൂദ തനിമ ഇല്ലാത്തവരായിരുന്നു എന്നാണ് ഇവരുടെ വിധിയെഴുത്ത്. അങ്ങനെ ഹഗായി, സഖറിയ പ്രവാചകന്മാർ ഇതിനെക്കുറിച്ച് എഴുതുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ ജെറൂസലേമിൽ പുതിയ ദേവാലയത്തിൻ്റെ പൂർത്തീകരണമായി ലിഖിത പുസ്തകങ്ങൾ വീണ്ടും അവർക്ക് തിരിച്ചു കിട്ടി. ഉടമ്പടിയുടെ ജനമാണ് അവരെന്ന് അവർ ആവർത്തിച്ചു. നിങ്ങൾ എൻ്റെ ജനം, ഞാൻ നിങ്ങൾക്ക് ദൈവം. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴേക്കും പിന്നെ ചരിത്രത്തിൽ ഇടം പിടിക്കുന്നത് മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയാണ്. BC 4-ാം നൂറ്റാണ്ടിൽ 333 BC-യിൽ ആ രാജാവിൻ്റെ ചക്രവർത്തിയുടെ രാജ്യഭരണം അന്നറിയപ്പെടുന്ന ലോകം ഏകദേശം മുഴുവനും എത്തിക്കഴിഞ്ഞു. ഇന്ത്യയിലെ വടക്കേ ഇന്ത്യയിലെ ന്യൂ ഡൽഹിയുടെ അടുത്ത് വരെ എത്തിയെന്നാണ് ചരിത്രം പറയുന്നത്. പിന്നീട് തൻ്റെ കമാൻഡർമാരിൽ, ജനറൽമാരിൽ ടോളമീസ് ആണ് ഭരണം പിന്നീട് തുടർന്നത്. 323 മുതൽ 198 വരെയും അവരുടെ നിയന്ത്രണത്തിലായിരുന്നു. ആ സമയത്ത് ടോളമി 2-ാമൻ രാജാവിൻ്റെ കാലഘട്ടത്തിൽ പഴയ നിയമം അതുവരെയും ഹീബ്രു ഭാഷയിൽ മാത്രം എഴുതപ്പെട്ടിരുന്നത്. അലക്സാണ്ടർ ചക്രവർത്തിയുടെ പേരിലുള്ള അലക്സാണ്ട്രിയ നഗരത്തിൽ, ഇന്നത് ഈജിപ്തിൻ്റെ ഭാഗമാണ്, മെഡിറ്ററേനിയൻ കടലിനോട് ചേർന്നുള്ള തീരദേശ നഗരം, അവിടെ വെച്ച് അത് ഗ്രീക്കിൽ വിവർത്തനം ചെയ്യുന്നു. അതിൻ്റെ പേരാണ് നമുക്കറിയുള്ള സെപ്റ്റുജിൻ്റ് വിവർത്തനം, സപ്തതി വിവർത്തനം. ആ കാലഘട്ടത്തിലുണ്ടായ മറ്റൊരു പ്രത്യേകത ദിയാസ്പൊര. യഹൂദരെ ഇവിടെ നിന്ന്, അവരുടെ സ്വന്തം നാട്ടിൽ നിന്ന്, വടക്കേ രാജ്യത്തെക്കുറിച്ച് നമ്മൾ പലതവണ പറഞ്ഞു, അവിടെ നിന്നും പിന്നെ തെക്ക് ഭാഗത്തു നിന്നും പല കാരണങ്ങളിൽ പല കാലഘട്ടങ്ങളിൽ പുറമേ നാടുകളിലേക്ക് അവർക്ക് ഈ രാഷ്ട്രീയ കാരണങ്ങൾ മാത്രമല്ല ബിസിനസ് കാര്യങ്ങൾ വഴിയും അവർ പല നാടുകളിലേക്ക് പോകാൻ വന്നിരുന്നു. പാരമ്പര്യം പറയുന്നതനുസരിച്ച് അങ്ങനെ യഹൂദരുടെ സാന്നിധ്യം കൊച്ചിയിലെ, നമ്മുടെ മട്ടാഞ്ചേരി കൊച്ചി ഏരിയയിൽ അന്നു മുതലേ ഉണ്ടായിരുന്നു എന്നാണ്. ഇന്നും അങ്ങനെ ജൂതൻ ബസാർ, ജൂതൻ സിനഗോഗിൻ്റെ അവശിഷ്ടങ്ങൾ ഒക്കെ കേരളത്തിൻ്റെ പല നാടുകളിലും ഉണ്ടല്ലോ. പേർഷ്യൻ ലിബറൽ രാജാവിൻ്റെ കാലവും അലക്സാണ്ടർ ചക്രവർത്തിയുടെ കാലവും ടോളമീസ് 2-ാമൻ്റെ കാലവും ആണ് നാം ഇപ്പോൾ പറഞ്ഞു വന്നത്. ടോളമി 2-ാമൻ്റെ കാലത്ത് ഇങ്ങനെ ദിയാസ്പൊര, ദ ഡിസ്പേർഷൻ എന്ന് പറഞ്ഞാൽ അവർ ഏതെല്ലാം നാടുകളിൽ പോയോ അവിടെയെല്ലാം അവരുടേതായിട്ടുള്ള രീതിയിൽ ഇസ്രായേലൈറ്റ് ജൂയിഷ് തനിമ നിലനിർത്തിക്കൊണ്ട് ജീവിക്കാൻ തുടങ്ങി. അവർ ഫ്ലറിഷ് ചെയ്തു. അവർ സമൂഹത്തിൽ വളരെ വലിയ സ്വാധീനമുള്ള മനുഷ്യരായി മാറി. പിന്നെ അതിൻ്റെ പല ഗ്രൂപ്പുകൾ, പല ഗണങ്ങൾ നമ്മുടെ ഈ കഴിഞ്ഞ നൂറ്റാണ്ട് വരെയും യൂറോപ്യൻ നാടുകളിലെ നിലനിന്നതിൻ്റെ നമുക്ക് ലോകമഹായുദ്ധത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇതിനിടയ്ക്ക് ഈ ടോളമീസ്
രണ്ടാം ടോളമിയുടെ കാലത്തെ ഡിസ്പേർഷൻ അഥവാ ദിയാസ്പൊര ആണ് നമ്മൾ പറഞ്ഞത്. അവരെ ജൂഡസ് മക്കബേയസിൻ്റെ നേതൃത്വത്തിൽ ടോളമീസിനെതിരെ യുദ്ധം ചെയ്ത് ജയിച്ച് BC 166 മുതൽ 63 BC വരെ റോമാക്കാരുടെ അധിനിവേശം വരുന്നത് വരെ പിടിച്ചു നിന്നു. അതിനെയാണ് ആ ഫേമസ് ആയിട്ടുള്ള മക്കബായ വിപ്ലവം എന്ന് പറയുന്നത്. എന്നാൽ അവർക്ക് റോമൻ സൈന്യത്തിൻ്റെ മുമ്പിൽ അധികം നാൾ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. 63 BC റോമക്കാർ വന്ന് ആ ഭാഗം മുഴുവനും പിടിച്ചെടുത്തു. അവരുടെ റോമ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി മാറി. ഈശോയുടെ ജനനത്തിനും ഈശോയുടെ കുറ്റം വിധി വിസ്താരത്തിന് സമയത്തൊക്കെ ഉണ്ടായിരുന്ന പന്തിയോസ് പീലാത്തോസ് അങ്ങനെ വന്നുപെട്ടതാണ്. പ്രശ്നമുള്ള പ്രോവിൻസുകളിൽ റോമക്കാർ ചെയ്തത് അങ്ങനെയാണ്. സാധാരണ നിലയ്ക്ക് അവർ സാമന്ത രാജ്യങ്ങളായി, സഫ്രഗൻ രാജ്യങ്ങളായി തുടർന്നു. എന്നാൽ പ്രശ്നമുള്ള പ്രോവിൻസുകളിൽ റോം നേരിട്ട് ഗവർണർമാരെ നിശ്ചയിച്ചു. അങ്ങനെ ഈശോയുടെ കാലഘട്ടത്തിൽ ജെറൂസലേമിൽ ഉണ്ടായിരുന്ന ഗവർണറാണ് പോൺഷ്യസ് പൈലറ്റ് പന്തിയോസ് പീലാത്തോസ്. ഇത്രയും വിവരങ്ങൾ നമുക്ക് പഴയ നിയമത്തിലെ അബ്രാഹം മുതൽ തുടങ്ങി ഇങ്ങേയറ്റം ഈശോയുടെ കാലഘട്ടം വരെ എടുക്കുമ്പോൾ സംക്ഷിപ്തമായി ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ കാണാൻ സാധിക്കും. ഇതാണ് ബിബ്ലിക്കൽ ബാക്ക്ഗ്രൗണ്ട്, ബൈബിൾ അധിഷ്ഠിതമായിട്ടുള്ള പശ്ചാത്തലം എന്ന് ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ അതിനാണ് നമ്മൾ ശ്രമിച്ചത്.